നമസ്കാരം. വിട്ടുമാറാത്ത നടുക്കത്തിലും 290 പേരുടെ മരണത്തിനിടയാക്കിയ ആകാശ ദുരന്തത്തിന്റെ കാരണങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. അട്ടിമറി സാധ്യത തള്ളിക്കളഞ്ഞെങ്കിലും പറന്നുയരും മുൻപേ ഉരുപിടി ചാരമായി മാറിയ ആ ദുരന്ത യാത്ര ആരുടെ പിഴവായിരുന്നു എന്ന ചോദ്യമുണ്ട്. പക്ഷികൾ ഇടിച്ചതോ, ഇന്ധനത്തിൽ ഈർപ്പം കലർന്നതോ, നിയന്ത്രണം നഷ്ടപ്പെട്ടതോ, പൈലറ്റിന്റെ പിഴവോ, വിമാനത്തിന്റെ തകരാറോ, അതോ അധികൃതരുടെ അലംഭാവമോ? എന്തായാലും ഊഹാപോഹങ്ങളും നിഗമനങ്ങളുമല്ല, വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമായ ഉത്തരങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത്. വിമാനയാത്രകളിൽ യാത്രക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും സംബന്ധിച്ച് കാലാകാലങ്ങളായുള്ള പരാതികൾക്കും ആശങ്കകൾക്കും ഇതോടെ ഒരു പരിഹാരമുണ്ടാകുമോ? കാരണം അദ്ഭുത രക്ഷകളുടെ ആഘോഷമല്ല, അപകടരഹിത യാത്രകളുടെ ആശ്വാസമല്ലേ നമുക്ക് വേണ്ടത്. എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുമ്പോഴും അതിന്റെ നിരവധിയായ സാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ധാരാളം വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ആകാശയാത്രയിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് തരത്തിലുള്ള ജാഗ്രതയും മുൻകരുതലുകളും ഇടപെടലുകളുമാണ് ഇനി ഉണ്ടാകേണ്ടത് എന്ന കാര്യം കൂടിയാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രീ E.K. ഭരത് ഭൂഷൺ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. റിട്ടയേർഡ് ജോയിന്റ് ജനറൽ മാനേജർ എയർ ട്രാഫിക് കൺട്രോൾ ആൻഡ് ATC ട്രെയിനിങ് ഇൻചാർജ്, ഫോമർ എയർപോർട്ട് സേഫ്റ്റി മാനേജർ കൂടിയായ ശ്രീ മാക്സിസ് ഒ വി നമ്മളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അൽഹിന്ദ് എയറിന്റെ COO ശ്രീമതി റീന അബ്ദുറഹ്മാൻ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ പുല്ലാട്ടെ മുൻ പഞ്ചായത്ത് അംഗമായ ശ്രീ PG അനിൽകുമാർ, ഈ ദുരന്തത്തിൽ നമ്മുടെ വേദനയായി മാറിയ സഹോദരിയുടെ അയൽവാസി കൂടിയാണ് ശ്രീ PG അനിൽകുമാർ. അദ്ദേഹവും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഭരത് ഭൂഷൺ സർ, ഇപ്പോഴും ഈ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെടുത്തെങ്കിലും, വീഡിയോ റെക്കോർഡിംഗ്, വോയിസ് റെക്കോർഡറുമൊക്കെ, കോക്പിറ്റ് വോയിസ് റെക്കോർഡറൊക്കെ കണ്ടെടുത്തെങ്കിലും ഈ വിമാന ദുരന്തത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അട്ടിമറി സംശയിക്കേണ്ട, ഇതൊരു അപകടമായി തന്നെ കണ്ടാൽ മതി എന്നാണ് അമിത്ഷായെ പോലുള്ളവർ പറഞ്ഞത്. പക്ഷേ സർ, ഈ അപകടം നടന്ന ശേഷം വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന പൈലറ്റുമാരായിട്ടുള്ളവരും അല്ലാതെ ഉള്ള വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2 എഞ്ചിനുകളും പ്രവർത്തിക്കാതെയാകുന്നു. അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റമായി നിൽക്കുന്ന ജനറേറ്റർ പ്രവർത്തിക്കാതാകുന്നു. അതുപോലെ തന്നെ ഈ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന APU പ്രവർത്തിക്കാതെയാകുന്നു. അതിന് പുറമെ ഈ ലാൻഡിംഗ് ലിവർ എന്നത് അത് റിട്രാക്ട് ചെയ്യുന്നില്ല. ഫ്ലാപ്പ് നേരെ തന്നെ കിടക്കുന്നു. വീൽ മുകളിലേക്ക് പോയിട്ടില്ല. ഒരു അസാധാരണമായ സാഹചര്യമാണ് ആ ഘട്ടത്തിൽ പറന്നുയർന്ന 32 സെക്കൻഡിനുള്ളിൽ അതിലെ വൈമാനികർ നേരിട്ടത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് തകരാറിലാകുന്ന ഒരു സാഹചര്യം, അത് അസ്വാഭാവികവും അസാധാരണവുമല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിമാന ദുരന്തങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഡ്രീം ലൈനറിന്റെ കാര്യത്തിൽ? അഗാധമായ ദുഃഖത്തിന് വരുത്തിവെച്ച ഈ അപകടം തീരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല. ഡ്രീം ലൈനർ ഒരു 787 ബോയിങ് സേഫ്റ്റിയുടെ കാര്യത്തിൽ നല്ലൊരു റെക്കോർഡുള്ള എയർക്രാഫ്റ്റാണ്. അതൊരു നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന നിലയിലാണ് ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2010. അന്ന് ഞാൻ DGC ആയിരുന്നു, ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ ആയിരുന്നു. അന്ന് ഇത് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷവും ഒരു ഫ്യൂസിലേജ് ലോസ് ഉണ്ടായ ഒരു ക്രാഷ് ഉണ്ടായിട്ടില്ല ഈ ലോകത്തെവിടെയും. 1000-ലധികം വിമാനങ്ങൾ ഇപ്പോൾ ഈ കാറ്റഗറിയിലുള്ള വിമാനങ്ങൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം കഴിഞ്ഞിട്ട് 24 മണിക്കൂറേ ആയിട്ടുള്ളൂ. കരയിൽ തന്നെ നടന്നതുകൊണ്ട്, അല്ലാതെ കടലിലോ മറ്റ് പ്രദേശങ്ങളിലോ ആണെങ്കിൽ സേഫ്റ്റി ബ്ലാക്ക് ബോക്സ് പോലുള്ള FDRും CBRും ഒക്കെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്.
ഈ ഈ അവസ്ഥയിൽ ഭാഗ്യവശാൽ നടന്നത് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചായതുകൊണ്ട് എല്ലാ റെക്കോർഡ്സും ഇപ്പോൾ അവൈലബിളാണ്. പക്ഷേ അത് കയ്യിൽ കിട്ടിയത് കൊണ്ട് ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ അനുമാനങ്ങളിലേക്കോ അതിൻ്റെ ഫൈൻഡിങ്സിലേക്കോ പോകാൻ കഴിയില്ല. അതിലെ ഡേറ്റ ഡൗൺലോഡ് ചെയ്യണം. അതിന് ഒരു AIB എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. DGCA തന്നെ അവിടെ ഉണ്ട്. ബോയിങ്ങിൻ്റെ പ്രതിനിധികൾ എത്തുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് അത് പരിശോധിച്ച് അതിലെന്തെങ്കിലും പാകപ്പിഴകൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ചെറിയ വീഡിയോ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും അറിയില്ല, സ്റ്റോൾ ചെയ്യുന്നു, താഴെ ക്രാഷ് ചെയ്യുന്നു. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഏതാണ്ട് 625 ഫീറ്റ് ഭൂമിയിൽ നിന്ന് 625 അടി മുകളിലേക്ക് ഉയർന്ന വിമാനം അത് താഴോട്ട് പെട്ടെന്ന് വീഴുകയാണ്. എൻജിൻ ബേർഡ് ഹിറ്റാണോ എന്നുള്ളൊരു സംശയം പറഞ്ഞു. ബേർഡ് ഹിറ്റിൻ്റെ ഒരു അവസ്ഥ അവിടെ കാണുന്നില്ല. ബേർഡ്സിനെ ഒന്നും അങ്ങനെ കാണുന്നില്ല. അതുപോലെ തന്നെ ബേർഡ് ഹിറ്റ് കൂടിയ ഏതെങ്കിലും ഒരു എഞ്ചിനിലാണ് വരിക, അല്ല 2 എഞ്ചിനും ഒരേ സമയം തകരാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആണെങ്കിൽ തന്നെ അത് പുറകോട്ട് സ്മോക്കോ ഫയറോ ഉണ്ടാവും ഏതെങ്കിലും ഒരു എഞ്ചിനിൽ. അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ 1-2 സൂചനകൾ അവിടെയുണ്ട്. ഈ സാധാരണഗതിയിൽ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ്, ഈ കാറ്റഗറിയിലുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 50 അടിയും 100 അടിയുടെയും മധ്യത്തിൽ ഈ ലാൻഡിംഗ് ഗിയർ, അതായത് ഈ ടയറുകൾ ഉള്ളിലേക്ക് വലിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അത് എയറോഡൈനാമിക് സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. ഇത് പക്ഷേ അവസാന നിമിഷം വരെ 625 ഫീറ്റ് എത്തുമ്പോഴും ടയർ താഴെ തന്നെയാണ്, അത് മുകളിലേക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇതിൽ വിദഗ്ധർ പറഞ്ഞ അഭിപ്രായം എന്ന നിലയിൽ ഈ ഫ്ലാപ്സ് എക്സ്റ്റെൻഡഡ് മോഡിലാണ്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിലുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ വിമാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് കാരണം വിമാനം പെട്ടെന്ന് സ്റ്റോൾ ചെയ്തു, വിമാനം പെട്ടെന്ന് താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. അവസാന നിമിഷത്തിൽ തന്നെ ആ വിഷ്വലിൽ നിന്ന് കാണാം, പൈലറ്റ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. വിമാനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് പൊന്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ഒരു വോബിൾ കൊടുത്ത് വിമാനം താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു അസാധാരണമായൊരു ആക്സിഡൻ്റാണ്. സാധാരണഗതിയിൽ ആക്സിഡൻറ്റ് DGCA നടത്തിയ അന്വേഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സൂചനകൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇപ്പം മംഗലാപുരത്താണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി, ഫസ്റ്റ് ടച്ച് ഡൗൺ തന്നെ ഏതാണ്ട് റൺവേയുടെ മധ്യഭാഗത്തായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തും കൊണ്ട് വിമാനം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നൊരു സൂചന നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഫൈൻഡിങ്ങും ഉണ്ടായി, പൈലറ്റ് എററായിരുന്നു. ഇവിടെ പക്ഷേ ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം മേഡേ കോൾ പൈലറ്റ്സ് കൊടുത്തത് 625 അടി വിമാനം എത്തിയ ശേഷമാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ATC റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ആ റെസ്പോൺസിന് വേറൊരു റെസ്പോൺസ് പൈലറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ക്രാഷ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടതുണ്ടായി? പല കാരണങ്ങൾ, പല സജഷൻസും പറയുന്നുണ്ട്, പല വിധത്തിലുള്ള തിയറീസും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ആ ദിവസം കഴിഞ്ഞ 7-ാം തീയതി ഞാൻ അഹമ്മദാബാദിലൊരു സ്വകാര്യ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിരുന്നു. 9-ാം തീയതിയാണ് മടങ്ങിയത്. എൻ്റെ ഫ്ലൈറ്റ് ഏതാണ്ട് 2 മണിക്കാണ് ടേക്ക് ഓഫ് ചെയ്തത് അവിടെ നിന്ന് ഉച്ചയ്ക്ക്. അതീവ ചൂട് വളരെയധികം ഉള്ള ഒരു സമയമാണ് അവിടെ. 42 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ള ഒരു അവസ്ഥയാണ് വളരെ. അപ്പോൾ അതുകൊണ്ടൊരു അറ്റ്മോസ്ഫിയർ ഒരു ലൈറ്റായിട്ടുള്ളതുകൊണ്ടും വിമാനമാണെങ്കിൽ ഫുള്ളി ലോഡഡാണ്. ഏതാണ്ട് 140 ടൺ ഏവിയേഷൻ ഫ്യൂവൽ വിമാനത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണമായിട്ട് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടോ വിമാനം ലോസ്റ്റ് പവർ പിക്കപ്പ് ചെയ്ത് പോകാൻ വിമാനത്തിന് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം നമുക്കൊരു വിശദമായൊരു അന്വേഷണത്തിൽ കൂടി മാത്രമേ അറിയാവൂ. അതിന് അഭ്യൂഹങ്ങൾക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് അനാവശ്യമായിട്ട് നമുക്ക് ആളുകളെ കുറ്റപ്പെടുത്തൽ. ഇത് പൈലറ്റ് എററാണോ? ഒരു വിഭാഗം പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ ഗിയർ അപ്പ് മെസ്സേജ് കമാൻഡർ കൊടുത്തത് കോ പൈലറ്റ് അത് വലിച്ചത് ലീവർ മാറിപ്പോയിരുന്നോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതൊന്നും നമുക്ക് അടിസ്ഥാനരഹിതമെന്ന് പറയാം. ഈ ഘട്ടത്തിൽ ഒരു തെളിവും ഇത്തരത്തിലുള്ള ഒരു തിയറിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് വേണം. നമ്മൾ ശ്രദ്ധിച്ച് ഈ റിപ്പോർട്ട് വന്ന ശേഷം ഐ എം ഷുവർ ദ ബെസ്റ്റ് എക്സ്പേർട്സ് ആർ ഓൺ ദ ജോബ് ആൻഡ് ദേ വിൽ കം വിത്ത് എ ഫൈനൽ റിപ്പോർട്ട് വിച്ച് വിൽ ഹാവ് വെരി യൂസ്ഫുൾ ലെസൺസ്. നമുക്ക് അത് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഭരത് ഭൂഷൺ സാർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വിദഗ്ധരായ ആളുകൾ അവരുടെ കണ്ടെത്തലുകളുമായി വരട്ടെ. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല പാഠങ്ങൾ പഠിക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സർ, ഇവിടെ DGCA ഇപ്പോൾ ഒരു പുതിയ ഉത്തരവ്, ഒരു ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓൺ എൻഹാൻസ്ഡ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഓൺ എയർ ഇന്ത്യാസ് ബോയിങ് 787 ഡ്രീം ലൈനർ ഫ്ലീറ്റ്. ആ ഓർഡറിൻ്റെ ഒരു കോപ്പി സാർ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പറയുന്നത് 1 ടൈം ചെക്ക് ബിഫോർ ഡിപ്പാർച്ചർ ഓഫ് ഫ്ലൈറ്റ് ഫ്രം ഇന്ത്യ വിത്ത് എഫക്ട് ഫ്രം 15/6/2025.
ഫ്രം 12 hours onwards. അതിനകത്ത് സർ നമ്പർ 1A, ഇൻസ്പെക്ഷൻ ഓഫ് ഫ്യൂവൽ പാരാമീറ്റർ മോണിറ്ററിംഗ് ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റം ചെക്സ്. B, ഇൻസ്പെക്ഷൻ ഓഫ് ക്യാബിൻ എയർ കംപ്രസർ ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റംസ്. C, ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം ടെസ്റ്റ് എന്ന് തുടങ്ങി ABCDEF, റിവ്യൂ ഓഫ് ടേക്ക് ഓഫ് പാരാമീറ്റേഴ്സ് എന്നിവരെയുള്ള പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഉത്തരവായി ഇപ്പോൾ DGCA പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ? അല്ല, അങ്ങനെ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. DGCAയുടെ SOP പ്രകാരം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ആ എയർക്രാഫ്റ്റിന് വളരെയധികം ഇൻക്രീസ്ഡ് സ്ക്രൂട്ടിനി ഉണ്ടാവും. അത് നമ്മളെ പ്രത്യേകിച്ച് ആകുലപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം തന്നെ ഇപ്പം ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഇപ്പം വിമാനത്തിൽ എന്താണ് ഉണ്ടായത്? ഫ്യൂവലിൽ വല്ല കണ്ടാമിനേഷൻ ഉണ്ടായോ? അതുകൊണ്ടാണോ വിമാനം പെട്ടെന്ന് സ്റ്റോൾ ചെയ്ത്? ഇങ്ങനത്തെ പല ആസ്പെക്ട്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടും പിന്നെ ഇൻറ്റേർണലായിട്ട് വിമാനത്തിന് വല്ല തകരാറുണ്ടോ എന്ന് കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് സ്ക്രൂട്ടിനി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് മെഷറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് സാധാരണ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ റെഗുലേറ്റർ DGCA ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ്. ധാരാളം വളരെ വേഗം വളരുന്ന ഒരു മേഖലയാണ് വ്യോമയാന മേഖല. വാസ്തവത്തിൽ ഞാനിവിടെ DGC ആയിരുന്നപ്പോൾ തന്നെ വളരെ സ്കെൽട്ടൺ സ്റ്റാഫായിരുന്നുള്ളൊരു പരാതി. 500-ലധികം പേരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിരുന്നു. അത് എയർ വർത്തിനെസ്, അതായത് വിമാനത്തിൻ്റെ കണ്ടീഷൻ പരിശോധിക്കാനുള്ള സ്റ്റാഫ്, അതുപോലെ തന്നെ വിമാനത്താവളങ്ങളുടെ സിറ്റുവേഷൻ, അവർ സേഫ്റ്റി ILS അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരിശോധിക്കാൻ കൂടുതൽ ആളുകൾ ഞങ്ങൾ എടുത്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഏതാണ്ട് 20% ആയിട്ട് 19-20% പെർ ആനം ഇൻക്രീസ് ചെയ്യുകയാണ്. 950 വിമാനങ്ങൾ പുതുതായിട്ട് ഇൻഡിഗോവും എയർ ഇന്ത്യയും കമ്പൈൻഡായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ബോയിങ്ങും ഉണ്ട്, എയർബസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വാസ്തവത്തിൽ ഓവർ സൈറ്റ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ബിക്കം എ ചാലഞ്ച്. അതിന് കൂടുതൽ നമ്മുടെ സേഫ്റ്റി റെഗുലേറ്ററായ DGCA വളരെ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസ് ശരിയാക്കിയിട്ട് കൂടുതൽ ആളുകളെ എടുത്ത് കൂടുതൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ബോഡിയാക്കിയിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇതൊരു ലെസനാണ് ഇന്നുണ്ടായ സംഭവം. അത് എന്തെങ്കിലും ഒരു പോരായ്മ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പം SOPയിൽ പറഞ്ഞതുപോലെ ഇൻക്രീസ്ഡ് സ്ക്രൂട്ടിനി വേണം. ഇപ്പം തന്നെ നമുക്കറിയാം എത്രയോ വിമാനങ്ങൾ, എത്രയോ എയർപോർട്ട്, 134 എയർപോർട്ടുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഈ 134 എയർപോർട്ടിൽ ടേക്ക് ഓഫും ഇത് നടക്കുകയാണ്. എല്ലാ ഫ്ലൈറ്റും നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയില്ല. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓരോ എയർലൈനിനുള്ള എഞ്ചിനീയറിംഗ് സ്റ്റാഫുണ്ട്. ദേ ഡൂ ദ ചെക്സ്. ഓരോ പ്ലെയിനും പൈലറ്റ്സിന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചെക്സ് കൊടുക്കും. എന്നിട്ട് അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അത് അപ്രൂവ് ചെയ്തിട്ട് മാത്രമേ പൈലറ്റ് വിമാനം ടേക്ക് ഓവർ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും DGCAയുടെ പ്രസൻസ് ഉണ്ടാവില്ല. പക്ഷേ അവിടെ കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസ് വ്യക്തമായിട്ട് അവർ നോക്കുന്നുണ്ടോ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അടിക്കടി ഇൻസ്പെക്ഷനിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നല്ല ലാർജ് നമ്പർ ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആർ റിക്വയർഡ്. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂടുതൽ അത് വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഞാനത് മുൻപ് സൂചിപ്പിച്ചതാണ്, ഈ DGCA എന്ന് പറയുന്ന ബോഡി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അതൊരു സേഫ്റ്റി റെഗുലേറ്ററാണ്. പക്ഷേ നമ്മുടെ വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ ഉള്ള റെഗുലേറ്റേഴ്സ്, അമേരിക്കയുടെ FAA പോലുള്ള സാധനങ്ങൾ, അതിന് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ബോഡീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് വരുവാണെങ്കിൽ കൂടി അവർ പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരുടെ പ്രവർത്തന ശൈലി. നമുക്കിത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിൽ ഉള്ള ഒരു യൂണിറ്റ് മാത്രമാണ് DGCA. ഇത് മാറ്റി ഒരു സിവിൽ ഏവിയേഷൻ അതോറിറ്റി, എക്സ്പേർട്സിനെ മാത്രം ഉൾപ്പെടുന്ന ഒരു ബോഡിയാക്കാൻ വേണ്ടിയിട്ട് ബില്ല് വരെ എത്തിയതാണ് അസംബ്ലിയിൽ, പാർലമെൻറ്റിൽ. പക്ഷേ അതെന്തുകൊണ്ടോ അത് നടന്നില്ല. ഒരിടത്ത് നോക്കിയാൽ പൊളിറ്റിക്കൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. എന്നും അത് ഈ റെഗുലേറ്റർ എന്നും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ് നല്ലതെന്ന് ചിലർക്ക് തോന്നിയെങ്കിലും ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ശരി, ഏതായാലും ഭരത്ഭൂഷൺ സാർ, അവിടെ താങ്കൾ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില വിസിൽ ബ്ലോവേഴ്സ്, അതിലെ പോരായ്മകൾ, അവർ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്നില്ല, അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്നൊക്കെ കമ്പനിക്കെതിരെ ഈ പുതിയ ഡിസൈനിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഇതേ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ് ഇതിൽ കുഴപ്പങ്ങളുമൊന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തത്. ആ ബോയിങ് വിമാനങ്ങളിലെ അപകട സാധ്യതയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഏതായാലും നമുക്ക് ആ വിഷയങ്ങൾ കൂടി സംസാരിക്കാം സാർ. ഞാൻ ശ്രീ മാക്സിസ് ഓവിയിലേക്ക് പോകുന്നു. ശ്രീ മാക്സിസ്, ഈ ഒരുപാട് ഇപ്പോൾ നേരത്തെ ഭരത്ഭൂഷൺ സാർ പറഞ്ഞു, അതായത്
ശരിയായ വിലയിരുത്തലുകളിലേക്ക്, കണ്ടെത്തലുകളിൽ എത്തിച്ചേരുന്നതിന് മുൻപേ ആളുകളെ കുറ്റപ്പെടുത്താനോ സംവിധാനത്തെ പഴിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്തി ഒരു ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നതിലോ അർത്ഥമില്ല. പക്ഷേ സ്വാഭാവികമാണ് 290 പേരുടെ ജീവൻ എടുത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വിമാന ദുരന്തം നമ്മുടെ കൺമുന്നിൽ വെച്ച് സംഭവിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ ആകാംക്ഷാഭരിതരായി അതിന് ഉത്തരം കാത്തു നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ശ്രീ മാക്സിസ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം 40 ഡിഗ്രി ഇപ്പോൾ അഹമ്മദാബാദിലെ ചൂടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ BBC യോട് സംസാരിച്ചപ്പോൾ ഒരു പൈലറ്റ് പറഞ്ഞത്, ഇൻ അഹമ്മദാബാദ് were temperatures near 40 degree on Thursday, the thinner air would have demanded higher flap settings and greater engine thrust. In such conditions, even a small configuration error can have catastrophic consequences എന്നാണ്. 40 ഡിഗ്രി ചൂടിൽ ഫ്ലാപ്പ് പൊസിഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ അതിൻ്റെ സെറ്റിങ്സ് മാറ്റണം, അതോടൊപ്പം തന്നെ എഞ്ചിൻ ത്രസ്റ്റ് കൂടുതലായി വേണ്ടി വരുമെന്ന്. ഇതൊരു വലിയ പ്രതിസന്ധിയായി പൈലറ്റിന് മുന്നിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? താങ്കളുടെ അഭിപ്രായം അറിയാനാണ്. രണ്ടാമത്തെ കാര്യം, 3505 മീറ്ററാണ് ആ റൺവേയുടെ നീളമായി നമ്മൾക്ക് മുന്നിലുള്ളത് അഹമ്മദാബാദ് വിമാനത്താവളത്തിൻ്റെ. അതിൽ ഏതാണ്ട് 3000 മീറ്ററും ഈ റൺവേയിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ഒരു ടേക്ക് ഓഫിന് ഈ പരിചയസമ്പന്നനായ പൈലറ്റ് മുതിർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ത്രസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ, ഇതിൻ്റെ ആക്സിലറേറ്റഡ് പവറിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഒരു അപായ സൂചനയുണ്ടായിരുന്നോ? അദ്ദേഹം അതിൽ ആശങ്കാകുലനായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? ഇതിൽ ഭരത് ഭൂഷൺ സാറ് പറഞ്ഞ കാര്യത്തോടെ എനിക്ക് 100% യോജിപ്പാണ്. നമ്മൾ ഇത്തരം അപകടം നടക്കുന്ന വേളകളിൽ ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ബ്ലെയിം ഗെയിം കളിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം അഹമ്മദാബാദിലെ റൺവേയുടെ കണ്ടീഷൻസിനും ടെമ്പറേച്ചറെ കുറിച്ച് ഒക്കെയാണ്. ഞാൻ അഹമ്മദാബാദ് എയർപോർട്ടിൽ ഏകദേശം 5 വർഷം 98 മുതൽ 2004 വരെ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൺട്രോൾ ടവറിലാണ് അധിക സമയം ഞാൻ ജോലി ചെയ്തിട്ട്. അന്ന് ഈ ദുരന്തം സംഭവിക്കുന്ന ആ ദിവസം അഹമ്മദാബാദിലെ മെറ്റ് റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്, വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ആ മെറ്റ് റിപ്പോർട്ട് പ്രകാരം അന്നത്തെ അവിടുത്തെ എയർപോർട്ടിലെ ടെമ്പറേച്ചർ 39 ഡിഗ്രി മാത്രമാണ്. പക്ഷേ ആ എയർപോർട്ടിലെ എയറോഡ്രോം റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് എയറോഡ്രോം റെഫറൻസ് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് റൺവേയുടെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് റൺവേ എത്ര റൺവേ ലെങ്ത് വേണം, ആ ക്രിട്ടിക്കൽ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻ്റ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടറാണ് എയർഡോം റെഫറൻസ് ടെമ്പറേച്ചർ. 42.4 ആണ് ഞാൻ ആ AIP ഇന്ത്യൻ AIP എന്ന ഡോക്യുമെൻ്റ്, DGCയുടെ തന്നെ AIP എന്ന ഡോക്യുമെൻറ്റിൽ പറയുന്നത് പ്രകാരം 42.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 39 ഡിഗ്രി ഉള്ള സമയത്ത് അത്ര അസാമാന്യമായുള്ളൊരു ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണെന്ന് കരുതുന്നില്ല. ഞാൻ പല പൈലറ്റ് സുഹൃത്തുക്കളോടും ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നു. അവരൊന്നും അതൊരു ഫാക്ടറായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് 3505 മീറ്റർ നീളമുള്ള റൺവേയിൽ ഈ ബോയിങ് 787 വിമാനത്തിൻ്റെ എയറോപ്ലെയിൻ റെഫറൻസ് ഫീൽഡ് ലെങ്ത്ത്, അതായത് അത് ഐഡിയൽ കണ്ടീഷനിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 മീറ്ററിൻ്റെ അടുത്തൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഈ 3505 മീറ്ററുള്ള റൺവേയിൽ ടേക്ക് ഓഫ് ഒരു റിസ്ക് ഫാക്ടറൊന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ രണ്ടാമത്, ഈ ഏതൊരു എയർപോർട്ടായാലും ഈ ടേക്ക് ഓഫിന് മുമ്പ് പൈലറ്റ് ചില ടെക്നിക്കൽ കാൽക്കുലേഷൻസ് നടത്തേണ്ടതുണ്ട്. അത് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അതിനവർ ഉപയോഗിക്കുന്നത്. ആ റൺവേയുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ ആംബിയൻറ്റ് കണ്ടീഷൻസും റൺവേയുടെ സ്ലോപ്പ് പോലുള്ള ഫാക്ടേഴ്സും പിന്നെ എയർക്രാഫ്റ്റിൻ്റെ ലോഡ് ഫാക്ടറും എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അദ്ദേഹം ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റൺവേയിലെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ട ക്രിട്ടിക്കൽ വെലോസിറ്റി, അതായത് ഡിസിഷൻ സ്പീഡ്, അത് ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിസിഷൻ സ്പീഡ് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് ത്രോട്ടിൽ അദ്ദേഹം അത് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആ ഡിസിഷൻ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ അറിവുകൾ വെച്ച് വിലയിരുത്തേണ്ടത്. ഇതിന് ടേക്ക് ഓഫിന് ദൃക്സാക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം റൺവേയുടെ ഒരു 70% ഡിസ്റ്റൻസ് മാത്രമേ ടേക്ക് ഓഫിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഡിസിഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150 നോട്ടിക്കൽ മൈൽസ് പെർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക. 140-150 നോട്ടിക്കൽ മൈൽ പെർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക. അത് ഈസി ആയിട്ട് ഈ വിമാനം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻജിൻ പവർ ആ സമയം വരെ ഒരു ഫാക്ടർ ആയിരുന്നില്ല. അപ്പോൾ ഒരു പവർ പ്രോബ്ലം എൻജിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത് കഴിഞ്ഞ് ടേക്ക് ഓഫ്
ഈ ഡിസിഷൻ സ്പീഡിന് ശേഷമാണ് ടേക്ക് ഓഫ് നടക്കണമെങ്കിൽ ഈവൻ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാലും ഏത് എയർക്രാഫ്റ്റുകളും അതിന് നിശ്ചിത ഉയരം കൈവരിക്കാനും തിരിച്ച് ഒരു ലാൻഡിങ് നടത്താനും സുരക്ഷിതമായിട്ട് കഴിയും. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന 625 ഫീറ്റ് വരെ ആ വിമാനം സാധാരണ ഒരു പിച്ചിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു 500 ഫീറ്റിൻ്റെ മുകളിലാണ് ഈ പ്രോബ്ലങ്ങൾ തുടങ്ങിയത്. സഡൻ ആയിട്ടുള്ള എൻജിൻ ഫെയിലിയറിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് എൻജിൻ ഫെയിലിയർ സംഭവിച്ചു എന്നതാണ് ഒരു കാര്യം, ആലോചിക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 500 അടിക്ക് മുകളിൽ വെച്ചാണ് ഈ പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഞാൻ വായിച്ചു മനസ്സിലാക്കിയതാണ് 200-നും 400-നും അടിക്കിടയിൽ വെച്ച് ഈ വീൽ മുകളിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ ഈ ലാൻഡിംഗ് ലിവർ എന്നത് റിട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അവിടെ ഒരു ആശയക്കുഴപ്പം പൈലറ്റുമാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒരുപാട് ടേക്ക് ഓഫുകൾ കൺട്രോൾ ടവറിൽ നിന്ന് കാണാൻ ഒരു സാഹചര്യം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. 10,000-കണക്കിന് വിമാനങ്ങളുടെ ടേക്ക് ഓഫ് എൻ്റെ 38 വർഷത്തെ കരിയറിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഐഡിയലി ഒരു 50 ഫീറ്റിലൊക്കെ ആയിരിക്കും ഇത് റിട്രീവ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും അങ്ങനെയാണ് പറയുന്നത്. പല പൈലറ്റുകളും ഇത് ഡിലേ ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 1000 ഫീറ്റിന് താഴെയൊക്കെ അവർ ചെയ്യാറുണ്ട്. 100 ഫീറ്റ്, 500 ഫീറ്റ്, 1000 ഫീറ്റ് ആ സമയത്തൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതും ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഫാക്ടർ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. കാരണം ഇത് റിട്രീവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഡ്രാഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ലിഫ്റ്റ് കൂടുതൽ കിട്ടും, കുറച്ചും കൂടി സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റും. ആ ഫാക്ടേഴ്സ് കൊണ്ടാണ്. പിന്നെ പല ഫാക്ടേഴ്സ് കൊണ്ടും പൈലറ്റുകൾ അത് റിട്രീവ് ചെയ്യാൻ താമസിക്കാറുണ്ട്. അതിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൂട് കൂടിയ റൺവേയിൽ പ്രത്യേകിച്ച് ഈ ടാർമാക്ക് ഉച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും. ഇതിലൂടെ എയർക്രാഫ്റ്റ് റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് വീലും മറ്റുമൊക്കെ ഹീറ്റപ്പ് ആകാറുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി എയറിൻ്റെ സഹായത്തോടെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുന്ന പൈലറ്റുമാരും ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക ഫാക്ടറാകുന്ന എയർക്രാഫ്റ്റിൻ്റെ പവറിൽ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ത്രസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോൾ അതൊക്കെ ഫാക്ടറാണ്. പക്ഷേ ഇവിടെ അത് ഒരുപക്ഷെ ഈ 500 അടി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ 787 വിമാനം എന്ന് പറഞ്ഞാൽ 2 പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് ഇതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഏകദേശം 1 മിനിറ്റിൽ ഏകദേശം 2500 അടി ഉയരത്തിൽ ക്ലൈംബ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ വിമാനത്തിനുണ്ട്. പക്ഷേ ഇവിടെ ആകെ ഗെയിൻ ചെയ്യുക ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 ഫീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനേഷ്യ കൊണ്ടായിരിക്കും ഈ 625 വരെ പോയിരിക്കാൻ സാധ്യത. ഈ 500 ഫീറ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൻ്റെ 4/1 ടൈമാണ്. അതായത് ഒരു 15 സെക്കൻഡ് മാത്രമാണ് എൻജിൻ പവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ വീഡിയോ കണ്ട കറക്റ്റായിട്ട് മനസ്സിലാകും. ആ 500-600 ഫീറ്റ് വരെ വലിയ വ്യത്യാസങ്ങളും അതിൻ്റെ ഫ്ലൈറ്റ് പാത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക ഒരു സ്റ്റഡി ഗ്രേഡിയൻറ്റിലാണ് അത് ക്ലൈംബ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 ഡിഗ്രി ഗ്രേഡിയൻറ്റിലാണ് ക്ലൈംബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലാപ്പിൻ്റെ കാര്യം അത് കുറച്ചും കൂടി ടെക്നിക്കൽ സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് മറ്റുള്ള പൈലറ്റ് സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായത് ഈ ഫ്ലാപ്പ് സെറ്റിങ് ടേക്ക് ഓഫ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാൻഡിങ് ടൈമിലാണ്. അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അപ്രോച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാനും റിട്ടാർഡേഷനൊക്കെയാണ് ഫ്ലാപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മാക്സിമം ഒരു 5 ഡിഗ്രി വരെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വേറെ ലാൻഡിങ് സമയത്ത് ഫ്ലാപ്പ് 20 ഡിഗ്രി 30 ഡിഗ്രി വരെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഈ 5 ഡിഗ്രി ഫ്ലാപ്പ് ഡിപ്ലോയ് ചെയ്ത ഒരു അവസ്ഥ നമുക്ക് ഇത്ര ദൂരെ എന്നുള്ളൊരു വീഡിയോ പിക്ചറിന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഫ്ലാറ്റ് ഓണാണോ ഓഫാണോ എന്ന് ഈ നമ്മൾ കാണുന്ന വീഡിയോ വെച്ച് അപഗ്രഥനം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഫാക്ടറായിട്ട് എവിടെയും ഈ മോഡേൺ എയർക്രാഫ്റ്റിലൊക്കെ ഫ്ലാറ്റ് സെറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ കോക്പിറ്റിൽ വാർണിംഗ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു വാർണിംഗ് ഉണ്ടെങ്കിൽ പൈലറ്റ് അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ടേക്ക് ഓഫ് താങ്കളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എയർലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വളരെ വളരെ പരിമിതമായ വായിച്ചുള്ള വിവരം വെച്ചും പലരിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള അറിവും വെച്ചുമാണ് ഞാൻ സംശയമെന്ന രൂപേണ ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ മനസ്സിലാക്കുമല്ലോ. കാരണം അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് എനിക്ക് ഇടപെട്ട് ചോദിക്കേണ്ടി വരുന്നത്. താങ്കളുടെ പരിചയ സമ്പന്നതയിൽ നിന്ന് അതിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കണം ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതിൽ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു സന്ദേശം പൈലറ്റ് അയച്ചു എന്നാണ് പറയുന്നത്. അതായത് ത്രസ്റ്റ് ഇല്ല,
ഫ്ലൈറ്റിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പൈലറ്റ് ഒരു സന്ദേശം അയക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന ചക്രങ്ങൾ വീലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ലാൻഡിംഗ് ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്ലാപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊരു കറക്റ്റ് പൊസിഷനിലാണ് എന്നിട്ടും കിട്ടാതെ വരുമ്പോഴല്ലേ അദ്ദേഹം ഇങ്ങനൊരു സന്ദേശം അയക്കുക? അതല്ല ഇങ്ങനൊരു സന്ദേശം അയക്കുമ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടാകില്ലേ സാധാരണ നിലയിൽ? ഈ സന്ദേശത്തിൻ്റെ ആരാണ് ഈ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ എൻ്റെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മെയ്ഡേ എന്ന ഡിസ്ട്രസ് കോൾ മാത്രമാണ്. ആ ഡിസ്ട്രസ് കോളിനോടൊപ്പം അദ്ദേഹം ആ എയർക്രാഫ്റ്റിൻ്റെ കോൾ സൈൻ പോലും പറയാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ടവറിന് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഏത് എയർക്രാഫ്റ്റാണ് എമർജൻസിയിലുള്ളത്. അപ്പോൾ അവർ ആ മെയ്ഡേ സന്ദേശം റോജർ മെയ്ഡേ എന്ന അക്നോളജ്മെൻറ്റിനോടൊപ്പം തന്നെ എയർക്രാഫ്റ്റ് റിപ്പോർട്ട് യുവർ കോൾ സൈൻ എന്ന് ചോദിക്കുകയുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴേക്കും അവിടെ എമർജൻസി സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം ഈ ത്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പൈലറ്റ് ചെയ്യുകയായിരുന്നത് ഈ അണ്ടർ കാരേജ് റിട്രീവ് ചെയ്യാൻ ഉള്ള ശ്രമം അദ്ദേഹം നടത്തിയേനെ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആ ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രോബ്ലം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ ഈ എൻജിൻ ഫെയിലിയർ ഉണ്ടായത് എന്താണെന്നുള്ള അതിൻ്റെ പല റീസണുകളും ഉണ്ടാകാം. ഇപ്പോൾ ബേർഡ് സ്ട്രൈക്ക് ഒരു റീസണാണ്. പക്ഷേ ഇത്രയും വലിയ പവറുള്ള ഇത്രയും വലിയ എൻജിനുള്ള ആ എൻജിൻ്റെ ഒരു വലിപ്പം തന്നെ ഏകദേശം 2 മീറ്ററോളം വ്യാപ്തിയുള്ള ഒരു എൻജിനാണ്, വ്യാസമുള്ള ഒരു എൻജിനാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് അതിൻ്റെ ഓപ്പനിങ് അതിൽ വലിയ ഒരു മൾട്ടിപ്പിൾ സ്റ്റേജ് ഓഫ് ടർബൈൻസ് ആണുള്ളത്. അതിലൊരു ചെറിയ ബേഡോ അല്ലെങ്കിൽ ഒരു കൈറ്റോ അല്ലെങ്കിൽ ഒരു പരുന്തോ അല്ലോ അതിലിടിക്കുകയാണെങ്കിൽ ഏതാനും ബ്ലേഡുകൾക്ക് ചെറിയ ബെൻഡോ ഒക്കെ സംഭവിക്കാമെന്നല്ലാതെ എൻജിൻ ഒരിക്കലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. വളരെ ഭാരമുള്ള ഒത്തിരിയധികം ബേഡുകളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്തരത്തിൽ സംഭവിക്കാം. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. മറ്റ് സാധ്യതകൾ ടെക്നിക്കലായുള്ള സാധ്യതകൾ ഒരുപക്ഷെ അതായിരിക്കും ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഈ ആളുകൾക്ക് ഒരു ജിജ്ഞാസയുണ്ട്. ആദ്യം ആളുകൾ മരണപ്പെട്ട ഒരു ആക്സിഡൻ്റാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ജിജ്ഞാസയുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെപ്പോലുള്ള ചാനലിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചെറിയ നിഗമനങ്ങളിലൊക്കെ നടത്തുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ സംഭാവ്യമാകാം. അതായത് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ്, ഹൈഡ്രോളിക് പ്രോബ്ലംസ്, ഈ പറയുന്ന ഫ്യൂവലിലെ അഡൾട്രേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയുണ്ട്. കാരണം ഈ റീഫില്ലിങ് തുടങ്ങുന്നതിന് മുമ്പ് പൈലറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡെൻസിറ്റിയും അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും മറ്റും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈലറ്റിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ടാണ് റീഫില്ലിംഗ് പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത വിരളമാണ്. പിന്നെ വലിയ ഹൈഡ്രോളിക് ഫ്യൂളിൽ എന്തെങ്കിലും മായങ്ങൾ കലർന്നിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിന് തകരാറ് സംഭവിക്കുക, അങ്ങനെ പവർ ഫെയിലിയർ ഉണ്ടാവുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടാവും. അത് കാരണം എയർക്രാഫ്റ്റിൻ്റെ മെയിൻ പവർ ജനറേഷൻ യൂണിറ്റ് എൻജിൻ തന്നെയാണ്. അതിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, APU ഉണ്ട്, പിന്നെ റാം എയർ ടർബൈൻ എന്ന് പറഞ്ഞ ടെമ്പററി സിസ്റ്റം ഉണ്ട് ഇലക്ട്രിക്കലി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ എൻജിൻ കട്ട് ഓഫ് ചെയ്തതോടുകൂടി പിന്നെ ബാക്കിയുള്ളത് എമർജൻസിക്ക് ഉപയോഗിക്കാനുള്ള പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ബാറ്ററിയുടെയോ അല്ലെങ്കിലോ APU എന്നോ വരുന്ന പവേഴ്സ് മതി. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് APUയുടെ ഉപയോഗം ഗ്രൗണ്ടിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് APU പ്രവർത്തിപ്പിക്കാറില്ല. എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലുള്ള സമയത്ത് എയർ കണ്ടീഷണറും അല്ലെങ്കിൽ അവിടുത്തെ മിനിമം ലൈറ്റിങ്ങും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് APU ഉപയോഗിക്കുന്നത്. APU അൺസർവീസബിളായിട്ട് പറക്കുന്ന വിമാനങ്ങളുണ്ട്. അത് ഒരു ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്നാഗായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ശ്രീ മാക്സിസ് ഈ താങ്കൾ ഈ പറഞ്ഞ റാം എയർ ടർബൈൻ RAT എന്ന ആ ലൈറ്റ് ഈ വൈദ്യുതി ജനറേറ്റർ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്, പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ ആ സമയത്ത്?
ഈ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പവർ സപ്ലൈ സിസ്റ്റംസ് കട്ട് ചെയ്യുമ്പോൾ ഒരു എമർജൻസി സിസ്റ്റമാണ് അത് ഒരു സിംപിളി ഒരു എൻജിൻ്റെ അടിയിലുള്ള ഒരു മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാൻ പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഒരു കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ജനറേറ്റർ പ്രവർത്തിക്കുന്നു. അത് എമർജൻസി സപ്ലൈ, അതിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റുകളും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അതൊരു ഫ്യൂവൽ പമ്പോ മറ്റോ വർക്ക് ചെയ്യിക്കാനുള്ള അത്രമാത്രം പവർ മനസ്സിലായി. പക്ഷേ ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരു ഇതിലെ കാര്യങ്ങൾ പഠിച്ച ഒരാൾ എഴുതിയ ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചത് ഈ ഒരു റാം എയർ ടർബൈൻ എന്ന ഈ ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ കൃത്യമായി തിരിച്ചറിയാവുന്ന ഒരു മുരൾച്ച പോലെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു വീഡിയോ ശ്രദ്ധിച്ച് കേട്ടല്ലെന്നതാണ്. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു? എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഈ വീഡിയോന്ന് ഇത്രയും മുരൾച്ച ഉള്ള ശബ്ദം തിരിച്ചറിയാൻ മാത്രം ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ വീഡിയോ കിലോമീറ്ററുകൾ ദൂരെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ വിമാനത്തിൻ്റെ ഇരമ്പലല്ലാതെ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ചെറിയ റാം എയർ ടർബൈൻ പ്രവർത്തിക്കുന്ന ശബ്ദങ്ങളൊക്കെ തിരിച്ചറിക്കാൻ മാത്രമുള്ള എക്സ്പെർട്ടൈസ് എനിക്ക് എന്തായാലും ഇല്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു കുറിപ്പ് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സംശയം ചോദിച്ചത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് പവർ ഫെയിലിയർ വിമാനത്തിനകത്ത് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക് ഇതിന് തൊട്ട് പിന്നാലെ താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നത്. കാരണം വിമാനം ഒരു ടേക്ക് ഓഫ് പൊസിഷനിലായിരുന്നു, 32 സെക്കൻഡേ ആയിട്ടുള്ളായിരുന്നു. അതിന് തൊട്ട് മുൻപ് സ്വാഭാവികമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന നടന്നിട്ടുണ്ടാവും. ഭരത് ഭൂഷൺ സാറോട് ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ ചോദിക്കാം. അതിനുശേഷവും ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിലേക്ക് എത്താനായിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഏതായാലും ശ്രീ മാക്സിസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ എൻ്റെ അടുത്ത അതിഥിയിലേക്ക് പോകട്ടെ. അത് ശ്രീമതി റീന അബ്ദുറഹ്മാനാണ്, അൽഹിന്ദ് എയർ സിഒയാണ്. ശ്രീമതി റീന, ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും വിശ്വാസത്തോടു കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഈ വിമാനത്തിൻ്റെ അസംബ്ലിങ്ങിനെ സംബന്ധിച്ച്, അതിലെ സേഫ്റ്റി മെഷേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ത്രെട്ടനിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചില വിസിൽ ബ്ലോവേഴ്സ് വിളിച്ചു പറയുകയും അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാളായിരുന്നു സാം സലേപോർ. അദ്ദേഹം ഈ ബോയിങ്ങിൻ്റെ കമ്പനിയിൽ ഏതാണ്ട് 2 പതിറ്റാണ്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം തന്നെ ദേ വർ പുട്ടിംഗ് പ്രോഫിറ്റ് ഓവർ സേഫ്റ്റി എന്നാണ്. ലാഭം, സുരക്ഷയേക്കാൾ പ്രധാനമായി ലാഭത്തിൽ കണ്ണുവെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ, ബോയിങ് വിമാനങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ്. ഡ്രീം ലൈനറിൻ്റെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സുരക്ഷിതമായ വിമാനം എന്ന ഒരു ആ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തം? ഒരിക്കലും അല്ല. കാരണം ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ എയർക്രാഫ്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അവരുടെ സേഫ്റ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ എവിടെയും വന്നിട്ടുമില്ല. മീൻസ് ഇറ്റ്സ് നോട്ട് പ്രൂവ്ഡ് അറ്റ് ഓൾ. ആൻഡ് കാലങ്ങളായിട്ട് എത്രയോ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന, എത്രയോ സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റാണ് ഡ്രീം ലൈനർ. സോ ഈ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ബേർഡ് സ്ട്രൈക്ക് ഉണ്ട്, സ്പീഡ്സ്, ഇറഗുലർ സ്പീഡ്സ്, ദെൻ ടെമ്പറേച്ചർ പ്രോബ്ലം, റൺവേ ഇഷ്യൂസ്, captain's mistake, human error. See the number of speculations we are imagine. So I think we have to wait for the investigation, and Dreamliner is one of the successful aircraft. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു അന്വേഷണം വയ്ക്കുകയും ആ അന്വേഷണത്തിൽ നിലവിലെ ഇപ്പോൾ 787 അത് എല്ലാ തരത്തിലുള്ള സേഫ്റ്റി റെഗുലേഷൻസുമായി കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഇതേ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ഈ ബോയിങ് വിമാനങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ ഡ്രീം ലൈനറെ കുറിച്ച് ഇനി ടു ദാറ്റ് എക്സ്റ്റെൻഡ്, അതായത് ഇനി ദിസ് ഇസ് നോ മോർ എ സേഫ് വെഹിക്കിൾ എന്ന നിലയിൽ വരെ ഈ കാര്യങ്ങളുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നിറങ്ങിയ ഒരു യാത്രക്കാരൻ ആ ഫ്ലൈറ്റിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആ വീഡിയോ ഒരുപക്ഷെ ശ്രീമതി റീന താങ്കൾ കണ്ടു കാണും. അതായത് അവിടെ AC വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ അതിൻ്റെ മുന്നിലുള്ള സിസ്റ്റംസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, വളരെ മോശമായ രീതിയിലാണ് ആ വിമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാത്രക്കാരൻ്റെ വീഡിയോ ആ സമയങ്ങളിൽ വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് യാത്രക്കാർക്ക് ഇങ്ങനെ പരാതിപ്പെടേണ്ടി വരുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ സ്വർഗതുല്യമായ ഒരു യാത്രയാണ് ഈ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ.
സി ഇതിൽ യാത്രക്കാരൻ എ സി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ബിഗ് ഡീൽ ആൻഡ് ഇറ്റ്സ് യൂഷ്വലി ഹാപ്പൻസ് ഓൾസോ. പക്ഷേ ബാക്കിയുള്ള സിസ്റ്റംസ് ഹൗ ഹി ഐഡൻറ്റിഫൈഡ് എന്നുള്ളത് എനിക്കറിയില്ല. ആസ് എ പാസഞ്ചർ ദേ കനോട്ട് ഐഡൻറ്റിഫൈ ഓൾ ദിസ് ടെക്നിക്കൽ പ്രോബ്ലംസ് ഓഫ് ദ എയർക്രാഫ്റ്റ്. സോ ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും ജസ്റ്റിഫിക്കേഷൻസ് ഇല്ല. സോ വി കനോട്ട് കണക്ട് ദിസ് ആക്സിഡൻറ്റ് ഓർ ഇൻസിഡൻറ്റ് വിത്ത് ഓൾ ദിസ് എന്താ പറയുക റൂമേഴ്സും ന്യൂസസും ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. സി ഇപ്പോൾ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ എയർക്രാഫ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ പൈലറ്റ് മാത്രമൊന്നുമല്ല, ദർ ഇസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്, ഫ്ലൈറ്റ് ഡിസ്പാച്ച്, പെർഫോമൻസ് എഞ്ചിനീയർ, സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാവരും കൂടി പഠിച്ച് ഈവൻ ഒരു എയർക്രാഫ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്ന മുമ്പ് ഈവൻ ഇറ്റ്സ് നോട്ട് പൈലറ്റ് ഡിസിഷൻ ലൈക്ക് ഏത് റൂട്ട് ഫ്ലൈ ചെയ്യണോ, എത്ര ഇപ്പോൾ ഈ ടെമ്പറേച്ചർ ജസ്റ്റ് സേ ദാറ്റ് ടെമ്പറേച്ചർ ഇസ് 43 or 45. ഇപ്പോൾ GCC രാഷ്ട്രങ്ങളിൽ ഈ വിമാനം 50 ഡിഗ്രി ടെമ്പറേച്ചറിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ് പെർഫോമൻസ്, എയർക്രാഫ്റ്റ് പെർഫോമൻസിൽ. ബട്ട് ദെൻ അതിനനുസരിച്ചിട്ട് വെയിറ്റ് മാനേജ്മെൻറ്റ് ദേ വിൽ ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഓൺലി പൈലറ്റ് ഡൂയിങ് ഓൾ ദിസ് തിങ്സ്. അതിൻ്റെ ബാക്ക് എൻഡിൽ ഡിസ്പാച്ചേഴ്സ് ഉണ്ട്, പെർഫോമൻസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സോ ഓൾവേസ് ദേ ഓൾ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു നോ വി ഫ്ലൈ എൻ എയർക്രാഫ്റ്റ് ഇൻ എ സേഫസ്റ്റ് way. So I cannot connect all this allegations, news, speculations and all connected with this incident or accident now. We have to wait patiently for the report, investigation report. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു സേഫ്റ്റി സിസ്റ്റം ഉണ്ട്. ഓക്കെ, എന്താ പറയുക, വി ഹാവ് ലോട്ട് ഓഫ് എയർക്രാഫ്റ്റ് കമ്മിങ്, ലോട്ട് ഓഫ് എയർലൈൻസ് കമ്മിങ്, അങ്ങനെയൊക്കെ ഇരുന്നാൽ പോലും ദ സിസ്റ്റം ഈസ് റണ്ണിങ് വെൽ. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ. ശരി, ഈ വിമാന ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ ഈ സമയത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അത് ഒരിക്കലും പകരം വെക്കാനാകാത്ത വലിയ നഷ്ടമായി മാറിയിട്ടുള്ള കുടുംബങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഒരു കുടുംബമാണ് പുല്ലാട്ടുള്ളത്. നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന സഹോദരി രഞ്ജിത നായരുടെ വിയോഗം ആ നാടിനെയാകെ വേദനിപ്പിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. രഞ്ജിതയെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായി എന്ന വാർത്തയും ഈ മണിക്കൂറിൽ നമ്മുടെ മുന്നിലുണ്ട്. ആ സന്ദർഭത്തിലാണ് ശ്രീ PG അനിൽകുമാറിനെ പോലെ ഒരു അതിഥിയുടെ പ്രസക്തി. അദ്ദേഹം പുല്ലാട് ഗ്രാമത്തിലെ മുൻ പഞ്ചായത്ത് അംഗമാണ്. ഈ രഞ്ജിതയുടെ അയൽവാസി കൂടിയാണ് ശ്രീ അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, രഞ്ജിതയും ആ കുടുംബത്തെയും താങ്കൾക്ക് ഏറെ നാളുകളായി പരിചയമുണ്ടാകുമല്ലോ. രഞ്ജിതയുടെ വിയോഗമെന്ന് പറയുന്നത് ആ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര കാലമായി രഞ്ജിതയെ അറിയാം? എന്താണ് താങ്കൾക്ക് രഞ്ജിതയെക്കുറിച്ച് പറയാനുള്ളത്? രഞ്ജിത എൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് ആ വീടുമായിട്ടും അവരുടെ രഞ്ജിതയുടെ സഹോദരന്മാരുമായിട്ടും എല്ലാം എനിക്ക് വളരെയധികം അടുപ്പവും പരിചയമുണ്ട്. ഞാനൊരു 5 വർഷക്കാലം അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ ആയിരുന്നു ആ വാർഡിൻ്റെ. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കാര്യങ്ങളാണ്. രഞ്ജിതയുടെ ഈ വേർപാടെന്ന് പറയുന്നത് ഈ വീട്ടുകാരെ മാത്രമല്ല, ഈ നാടിനെ തന്നെ ഒരു വലിയ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇന്നാണ് സത്യത്തിൽ രഞ്ജിതയുടെ അമ്മയോടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും ഈ വേർപാട് രഞ്ജിത നമ്മെ വിട്ടുപോയി എന്നൊരു സൂചന കൊടുത്തത് ഇന്നാണ്. അന്ന് അലമുറയിട്ട് കരയുന്ന ആ രംഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവിടെ സാക്ഷികളായിട്ട് പുതിയ നാട്ടിലെ സാധാരണപ്പെട്ട എല്ലാ വിഭാഗങ്ങളും, എല്ലാ മതസ്ഥരും ആരെന്നൊന്നുമില്ല, എവിടെ നിന്നൊക്കെയാണ് ജനം വരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ്. അധ്യാപകർ, കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, രഞ്ജിതയുടെ കൂട്ടുകാർ, വീട്ടുകാർ, ജോലി ചെയ്ത സ്ഥാപനത്തിലെ എല്ലാം പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, MP-മാർ, MLA-മാർ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെങ്കിൽ ആ വേർപാട് ഇന്നാണ് ആ മകനോടും അമ്മയോടും പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാറു എന്ന മോളോട് അമ്മയുടെ വരവും പ്രതീക്ഷിച്ചാണ് പാറു ഇരിക്കുന്നത്. പാറുവിനോട് ഞങ്ങൾക്ക് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് ഈ നാട്ടുകാരിവിടെ ഇരിക്കുന്നത്. ശരി അനിൽകുമാർ. ശ്രീ EK ഭരത്ഭൂഷൺ സാർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യാത്രക്കാരൻ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയ വിമാനത്തിലെ സൗകര്യക്കുറവുകളെക്കുറിച്ചും യാത്രക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെ ഒരു വീഡിയോ ഇട്ടു. അത് ആ സമയത്ത് വലിയ വൈറലായി. ഈ ടേക്ക് ഓഫിന് മുൻപ് പ്രത്യേകിച്ച് ഈ ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ ലണ്ടനിലേക്ക് പോകുന്ന വിമാനമാണ്. എന്തൊക്കെ സുരക്ഷാ പരിശോധനകളാണ് സാർ സാധാരണ നിലയിൽ? അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുക? കാരണം ഒരു വിമാനം ഉയർന്നു പൊങ്ങി 32 സെക്കൻഡുകൾക്കകം അതിലെ പവർ സിസ്റ്റം ഫെയിലർ ആകണമെങ്കിൽ മതിയായ പരിശോധനകൾ കഴിഞ്ഞ് വരുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചു പോകുമല്ലോ.
ആദ്യമായിട്ട് ഈ ഒരു വ്യക്തി ഇട്ട വീഡിയോ ഞാനും കണ്ടിരുന്നു. അതിൽ പറയുന്നത് ഈ വിമാനത്തിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങൾ വളരെ മോശമാണ്. ടെലിവിഷൻ വർക്ക് ചെയ്യുന്നില്ല, പിന്നെ സീറ്റ്സ് റിക്ലൈൻ ചെയ്യുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്ത് ടാറ്റ ഏറ്റെടുത്തപ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. ഉടനടി തന്നെ ഒരു മാറ്റം ഉണ്ടാവും, എല്ലാം വളരെ വേഗം തന്നെ. പക്ഷേ ഞാനൊരു യാത്രക്കാരൻ എന്ന നിലയിൽ എനിക്കും ഒരു ബോധ്യമായൊരു കാര്യം, ഇപ്പോഴും വിമാനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഒരുപാട് പോരായ്മകളുണ്ട് മറ്റ് വിമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ഒരാൾക്ക് സീറ്റ് ചാരാൻ കഴിയാത്ത സീറ്റുകൾ, ഒരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റവും ഇല്ല, എല്ലാ ടി വിയും കേടായി കിടക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥിതി ടാറ്റ നടത്തുന്ന ഒരു കമ്പനിക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല. പക്ഷേ അവർക്ക് പറയാനുള്ളത് ഇതിനൊക്കെ സമയമെടുക്കും. ക്യാമ്പൽ ജോൺസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു, CEO ഓഫ് എയർ ഇന്ത്യ. അദ്ദേഹം പറയുന്നത് ഇതിന് കൂടുതൽ സമയമെടുക്കും. പിന്നെ ഞങ്ങളുടെ പുതിയ വിമാനങ്ങൾ വരുന്നുണ്ട്, അവർ ധാരാളം വിമാനങ്ങൾ പുതുതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരുമ്പോഴത്തേനും വളരെ വേഗം തന്നെ ഇതിലൊരു കാര്യമായ മാറ്റം വരുമെന്ന് പറഞ്ഞു. താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം, അവിടെ അതിലൊരു ഇലക്ട്രിക് ഫെയിലിയർ ഉണ്ടാവാൻ കാരണമെന്ന് എന്താണ് അവിടെ ഉണ്ടായതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് ഉണ്ടായത്? പക്ഷേ സോഫാർ അതിൻ്റെ സ്റ്റാൻഡേർഡ് ചെക്സ് നടത്തുന്നത് DGCA അല്ല. പക്ഷേ DGCA ഡിവൈസ് ചെയ്ത് കൊടുത്ത SOP പ്രകാരം അതാത് വിമാന കമ്പനികളുടെ എൻജിനീയറിംഗ് സ്റ്റാഫാണ് ചെയ്യുന്നത്. അവർ ഫുള്ളായിട്ടുള്ള ചെക്ക് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു പ്ലെയിൻ റിലീസ് ചെയ്യുള്ളൂ. അതിൽ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വളരെ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് പൈലറ്റ് അത് കണ്ട് അത് ബോധ്യപ്പെട്ട് എന്നിട്ട് മാത്രമേ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊന്നും വലിയൊരു പോരായ്മ കണ്ട, വല്ല ക്വാളിറ്റി ഓഫ് ചെക്ക് വല്ലതും പോയോ, എന്തെങ്കിലും ഒരു വളരെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ അത് ഓവർലുക്ക് ചെയ്തോ, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരുള്ളൂ. പക്ഷേ ഒരു സിസ്റ്റമുണ്ട്. ബഹുമാന്യായ CEO ഓഫ് അൽ ഹിന്ദ് പറഞ്ഞ പോലെ അത് വി ആർ പ്രൗഡ് ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് ഇൻ എക്സിസ്റ്റൻസ്. ഭാഗ്യവശാൽ അത്രയധികം വലിയ ഇൻസിഡൻസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ മാംഗ്ലൂർ പോലത്തെ അപകടം ഉണ്ടായപ്പോഴൊക്കെ വേണ്ടത്ര നടപടികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള റിവൈവൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. അതിലുണ്ടായ പൈലറ്റ് എററാണെങ്കിൽ പൈലറ്റിൻ്റെ ട്രെയിനിങ്ങിലും ഒക്കെയുള്ള വേണ്ട ഭേദഗതികൾ വരുത്തി. റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബൈ ആൻഡ് ലാർജ് അവർ സേഫ്റ്റി പ്രോട്ടോക്കോൾ അങ്ങനെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല മറ്റ് കമ്പയർഡുമായിട്ടും. അതുമല്ല, ഇതിനൊക്കെ ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഗ്രൂപ്പുണ്ട്, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ICAO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, കാനഡ ബേസ്ഡ്. സോ ദർ ഈസ് എൻ ഓവർസൈറ്റ്, ദർ ആർ ജനറൽ ഗൈഡ് ലൈൻസ് ബോത്ത് ബൈ ദ manufacturers of the aircraft which has been put in the standard practices. അത് വെച്ചിട്ട് DGCA ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പോരായ്മയുണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലാക്കുന ഉണ്ടായോ എന്ന് നോക്കി അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഫ്യൂച്ചറിൽ നമുക്കൊരു പാഠമാക്കേണ്ടിയിരിക്കുന്നു. നടന്നു പോയത് അങ്ങേയറ്റം ദുഃഖം നമുക്ക് നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഉണ്ടായിപ്പോയി. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭരത്ഭൂഷൺ സാർ, സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ യാത്ര എന്ന് പറയുന്നത് ഒരു ആകാശയാത്ര, വിമാനത്തിലുള്ള യാത്രയാണ് എന്നാണ്. പക്ഷേ ഏറ്റവും നിസ്സഹായരായി യാത്രക്കാർ ഇരിക്കേണ്ടി വരുന്ന യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് വിമാനത്തിലുള്ള യാത്രയാണ്. കാരണം നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കുക, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതേപടി കേൾക്കുക. അങ്ങനെ യാത്രക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, യാത്രക്കാർ അറസ്റ്റഡായി നിൽക്കുന്ന, ഞാൻ പറഞ്ഞത് ഫോർ സേഫ്റ്റി റീസൺസ് ആയി നിൽക്കുന്ന ഒരിടമാണ് വിമാനത്തിനകത്തെ ഇടമെന്ന് പറയുന്നത്. അവിടെ ഈ കഴിഞ്ഞ കാലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ, അവർ ഉയർത്തിയിട്ടുള്ള പരാതികൾ, അവരുടെ ആശങ്കകൾ, ഈ വിമാനം റദ്ദാക്കിയാലും വിമാനത്തിലെ യാത്രയിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ യാത്രക്കാരുടെ പ്രശ്നങ്ങളും അവരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ 290 പേർക്ക് ഒരു ലണ്ടനിലേക്ക് പോകുന്ന ഒരു യാത്ര ബോയിങ് വിമാനത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇനി ഈ വിമാന കമ്പനിയെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. താങ്കൾ കണ്ടു കാണുമല്ലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ പ്രതികരിക്കുന്നത്. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ വിശ്വാസത്തിലെടുക്കാനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കാനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടത്? താങ്കളെപ്പോലുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിക്കും? അല്ല, അത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് ഉണ്ടാകുന്ന പ്രോപ്പറായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ്, പിന്നെ ഫെയർ ഫ്ലക്ച്വേഷൻസ് വരുന്നത് വേണ്ടത്ര രീതിയിൽ ആളുകളെ മുൻപ് തന്നെ അറിയിക്കണം, ഫെയറിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഒരു ഫ്ലൈറ്റ് ഡിസ്ലൊക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. ഇതൊക്കെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്.
ഇംപ്ലിമെൻറ്റേഷൻ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സീരിയസ് ഇസ് ദ റെഗുലേറ്റർ. ഞാൻ ഈ തസ്തികയിൽ ഇരിക്കുമ്പോൾ കഴിയാവുന്നത്ര ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം 100% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ ഡിഫറൻഷ്യൽ പ്രൈസിങ് പോലും ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഒരു വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാ സീറ്റിനും വേറെ പൈസ കൊടുക്കണം. അതിൽ എക്സ്ട്രാ പൈസ കൊടുക്കാത്ത ഒരു സീറ്റും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴും. അത് ആദ്യം തുടങ്ങിയ ഘട്ടം അന്ന് ആ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായിട്ട് ഞാൻ എതിർത്തു. അത് അലൗ ചെയ്തിട്ടിരുന്നില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ കുടിക്കാനുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ സൗകര്യങ്ങൾ, പിന്നെ അഥവാ ഡിസ്ലൊക്കേഷന് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജിങ് യാത്രക്കാർക്ക് അറിയിക്കുക. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് യാത്രക്കാർ എപ്പോഴും. അത് ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ, പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചു വന്നു, ടെക്നിക്കൽ ഹോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഇൻഫർമേഷൻ പലപ്പോഴും ആളുകൾക്ക് പാസ് ചെയ്യില്ല, ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എയർപോർട്ടിൽ, ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇതൊക്കെ പരിഹരിച്ച് വരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കുറേ കൂടി സീരിയസ് ആയിട്ട് റെഗുലേറ്ററായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് ഏറ്റെടുത്ത് നടപ്പാക്കണം. അത് പലപ്പോഴും അത് പോരായ്മകൾ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂ പ്രത്യേകിച്ച് അവരോട് വളരെ സീരിയസ്നെസ് കൺവേ ചെയ്യണം. ഞാൻ ഈയിടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ബെൽറ്റ് ഇട്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. അവർ പ്രൈവറ്റ് എയർലൈനാണ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ തുടക്കം മുതൽ, പ്ലെയിനിൽ കയറിയ മുതൽ വീഡിയോയിൽ സിനിമ കാണുന്ന ആളുകളുണ്ട്. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂട്ടിയിടണം എന്ന് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും അവരത് ചെയ്യുന്നില്ല. അത് വളരെ അപകട സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻസ് അത് ബാധിച്ചു കഴിഞ്ഞാൽ പൈലറ്റിന് കൺഫ്യൂഷൻ വരാം, അത് വരാം. പക്ഷേ അതിനേക്കാളുപരി ക്രൂ അത് കണ്ടാൽ പോലും ഒന്നും അവരെ അഡ്മോണിഷ് ചെയ്യാത്ത സ്ഥിതി. പിന്നെ നമുക്കറിയാം, ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ കംപ്ലീറ്റ് സ്റ്റേഷനറി ആയ ശേഷം മാത്രമേ ബെൽറ്റ് ഊരാവൂ. പ്ലെയിൻ ടച്ച് ഡൗൺ ചെയ്യുന്ന ഉടനെ തന്നെ ബെൽറ്റ് കഴിച്ച് കളയുന്നൊരു സ്വഭാവം. ഇത് അങ്ങേയറ്റ അപകടമാണ്. കാരണം ഏറ്റവും അധികം ഇഞ്ചുറി പറ്റുന്നത് അവസാനം ബ്രേക്ക്, സഡൻ ബ്രേക്ക്, വേറൊരു പ്ലെയിൻ ക്രോസ് ചെയ്യാൻ വന്നാലാണ്. ഞാൻ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ വേറൊരു അവസരം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞത് ശരിയാണ്. യാത്രക്കാരുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ അവരുടെ വെൽബീയിങ് നോക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഡെസിഗ്നേറ്റഡ് ഏജൻസിയായ DGCയെ കൊണ്ട് അത് ചെയ്തതിന് ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കുറ്റം തന്നെയാണ്. മാക്സിസ്, ഒരു യാത്രാ വിമാനത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഒറ്റയടിക്ക് നിശ്ചലമായി പോകുന്നത് ഒരു അത്യപൂർവ സാഹചര്യമാണെങ്കിൽ, അസാധാരണമായ സാഹചര്യമാണെങ്കിൽ, ഈ വിമാന ദുരന്തത്തിന് പിന്നിൽ താങ്കൾ ഒരു അട്ടിമറി സംശയിക്കുമോ? വളരെ ഒരു എന്താ പറയുക, ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണിത്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് ഉത്തരം പറയേണ്ടത് അത് അന്വേഷണ ഏജൻസികളാണ്. ഒരു റിട്ടയർഡ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന നിലയിൽ എനിക്കിതിൽ അഭിപ്രായം പറയാൻ പറ്റുകയില്ല. ദയവായി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിവാക്കണം. ശരി. ശ്രീ അനിൽകുമാർ, ഇന്ന് കേരളത്തിൽ ഒട്ടും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു രഞ്ജിതയ്ക്കെതിരെ ഇട്ട ഒരു പോസ്റ്റും അതിനെ തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നതും നടപടി ഉണ്ടായതുമൊക്കെ. ഒരു ജനപ്രതിനിധിയായിരുന്ന ആളെന്ന നിലയിലും രഞ്ജിതയുടെ അയൽവാസി ആയ ആളെന്ന നിലയിലും താങ്കൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ സംഭവത്തെ കാണുന്നത്? ഇത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ നാട് മൊത്തം ആ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പം, പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിൽ ഒരു മലയാളി തന്നെ ഇതിനെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റുമായി വന്നതെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതിനെതിരെ ശക്തമായ ഒരു നടപടികൾ ഉണ്ടാവണം. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊന്നും ഒരു ഗവൺമെൻറ് സർവീസിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ല. അതിന് ക്രിമിനൽ നടപടികൾ എന്ന നിലയിൽ അതിനൊരു കേസും ചാർജ് ചെയ്ത് വേണം ഇനിയും മേലിൽ ഇതുപോലെയുള്ള ദുരന്തം അനുഭവിക്കുന്ന വ്യക്തികൾക്കെതിരെ തേജോവധം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമാകണം. ആ വ്യക്തിക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കണം. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീമതി റീന അബ്ദുറഹ്മാൻ, ബോയിങ് വിമാനങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധങ്ങളെ, അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉയർന്നു വരുന്ന ആശങ്കകളെയൊക്കെ ശ്രീമതി റീന താങ്കൾ എങ്ങനെ കാണും? അവരോട് എന്ത് പറയും?
See, ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദിസ്. വി ടോക്ക് അബൌട്ട് ലോട്ട് ഓഫ് എന്താ പറയുക നെഗറ്റിവിറ്റി അബൌട്ട് എയർക്രാഫ്റ്റ്. ബട്ട് ബോയിങ് ഈസ് വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫ്ലൈ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റാണ് ഈ വേൾഡ് വൈഡ്. സോ I'm not in a position to talk anything against Boeing at the moment. We have to wait for the investigations report. സോ അത് കഴിഞ്ഞ് അതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം നമുക്ക് പറയാനുള്ളൂ. കാരണം ഇറ്റ്സ് നത്തിങ് ലൈക്ക് ഇപ്പോൾ ഒന്നും ദർ ഇസ് നോ ഫാക്ട്സ് ഷോയിങ് ദാറ്റ് ദിസ് എ ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണെന്നൊന്നും എവിടെയും വന്നിട്ടില്ല. ഇറ്റ്സ് നോട്ട് പ്രൂവ്ഡ് യെറ്റ്. സോ ഐ എം ലുക്കിംഗ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ശരി, ശ്രീ മാക്സിസ്, അപകടം പിടിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ടുന്ന ഒരു വിവരത്തെക്കുറിച്ചുള്ള ചോദ്യം എന്ന നിലയിലാണ് എൻ്റെ ഒരു ചോദ്യത്തിൽ നിന്ന് താങ്കൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. ആ ചോദ്യം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ അതിൽ ഉത്തരം ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് താങ്കൾ ഒഴിവാക്കി. പക്ഷേ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളെന്ന നിലയിൽ ധാരാളം ആയിരക്കണക്കിന് വിമാനങ്ങളുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിലും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ താങ്കൾ ATCയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ എത്തിച്ചേരുമായിരുന്ന നിഗമനം എന്താണ്? താങ്കൾ ആ ഘട്ടത്തിൽ ചെയ്യുമായിരുന്ന കാര്യങ്ങൾ എന്താണ്? ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ എയർപോർട്ടുകളിലും ഒരു കണ്ടിജൻസി പ്ലാൻ ഉണ്ടാവും, എയർപോർട്ട് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ആണ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അതിൽ വിവിധ ഏജൻസികൾ പ്ലേ ചെയ്യേണ്ട റോളുകൾ എന്താണെന്ന് വളരെ ക്ലിയർഡായിട്ട് ഡെഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് എയർപോർട്ട് എമർജൻസി. ഇത് DGCA ഒക്കെ അംഗീകരിച്ച് നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് DGCയുടെ അംഗീകാരത്തോടു കൂടിയിട്ടാണ് അത് എയർപോർട്ടിൽ സൂക്ഷിക്കുന്നത്. എല്ലാ ഏജൻസികൾക്കും അത് കൈമാറാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഇത്തരം സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ ഈ കണ്ടിജൻസി പ്ലാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഈ അഹമ്മദാബാദ് എയർപോർട്ടിലും അങ്ങനെ ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കണ്ടിജൻസി പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എയർ ട്രാഫിക് കൺട്രോളർക്ക് കാര്യമായിട്ടുള്ള റോളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് സാധാരണ അഹമ്മദാബാദ് യൂണിറ്റിൽ കൺട്രോൾ ടവർ, അപ്രോച്ച് കൺട്രോൾ, ഏരിയ കൺട്രോൾ 3 യൂണിറ്റ് ഉള്ള ഒരു എയർപോർട്ടാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടേക്ക് ഓഫിന് ശേഷം ഈ വിമാനത്തെ അപ്രോച്ച് കൺട്രോൾ റഡാർ യൂണിറ്റിലേക്ക് സാധാരണ ചേഞ്ച് ഓവർ ചെയ്യുകയാണ്. ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ എയർബോൺ ടൈം സോ ആൻഡ് സോ കോൺടാക്ട് റഡാർ 119.8 അതാണ് അവിടുത്തെ ഫ്രീക്വൻസി. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പറയാനുണ്ട്. പക്ഷേ ഇവിടെ ടേക്ക് ഓഫ് ചെയ്ത് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡിനുള്ളിൽ പൈലറ്റിൻ്റെ ഡിസ്ട്രസ് കോളാണ് വന്നത്. ആ ഡിസ്ട്രസ് കോൾ അക്നോളജ് ചെയ്യുക. കണ്ടിജൻസി പ്ലാന് ഒരു ആക്സിഡൻ്റ് ആയുള്ള സിറ്റുവേഷനാണ്. കാരണം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ഇമ്മിനൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് പൈലറ്റ് ഇത്തരം മെയ്ഡേ കോളുകൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണമെന്ന് അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ്, അവിടുത്തെ വാച്ച് സൂപ്പർവൈസറി ഓഫീസറൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടിജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിച്ചിട്ടുണ്ടാവും. അവർ ആ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് താങ്കൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതിലെ വിവരങ്ങൾ, അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയതോടുകൂടി നമുക്ക് ഇതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഒരു നിഗമനത്തിലെത്താൻ കഴിയുമെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കാരണം കണ്ടുപിടിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ ആരാണ് ഇതിന് കുറ്റക്കാരൻ, എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തും. പക്ഷേ അത് കുറ്റം ആരോപിക്കലോ അല്ലെങ്കിൽ ഒരു ബ്ലെയിം ഗെയിമോ അല്ല ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഇനി വരാനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കുക എന്ന ഒബ്ജക്റ്റീവിലാണ്. അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ ഇത് സംഭവിച്ചെന്നുള്ളത് സെക്കൻഡായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കുക എന്ന ഒരു കർമ്മം കൂടി ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അജണ്ടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കും. ഓരോ അപകടങ്ങളും സംഭവിക്കുമ്പോഴും വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാകും എന്നാണ് നമ്മളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ അങ്ങനെ ആകട്ടെ. ശ്രീ മാക്സിസ്, ഏതായാലും ഏറ്റവും സുരക്ഷിതമായ യാത്ര ആകാശയാത്രയാണ് എന്ന് ഇനിയും പറയണമെങ്കിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് ജീവൻ പൊലിഞ്ഞുപോയ 290 പേരുടെ മരണത്തിനിടയാക്കിയ ഈ വലിയ ദുരന്തത്തിന്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തപ്പെടണം. മതിയായ അന്വേഷണങ്ങളിലൂടെ, പരിശോധനകളിലൂടെ അത് പുറത്തു വരണം. അതോടൊപ്പം തന്നെ യാത്രക്കാർ കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനുമുള്ള ഇടപെടലുകളും
പിഴവുകൾ തിരുത്താനുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാകണം. അപ്പോൾ പറയാം ഏറ്റവും സുരക്ഷിതമായ യാത്ര ആകാശയാത്രയാണെന്ന്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം എന്നിവിടെ പൂർത്തിയാകുന്നു.